പഠിച്ചോ, നല്ല വൃത്തിക്ക് പഠിച്ചോ. നിക്കി റിസോർട്ടിലേക്ക് കയറുകയാണ്. നമ്മളുടെ ഗെറ്റ് ടുഗദറിന്റെ ഭാഗമായി ആരെങ്കിലും ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് സിമി അല്ല ടോമും സൗമ്യോ. മതി മതി അടുപ്പിക്കാൻ അത്ര. അമ്മേ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. താങ്ക്സ് ഫോർ ഗിവിംഗ് us company. ഹസ്ബൻഡിനെ കുറിച്ച് കേട്ട് കേട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. ആ ഹസ്ബൻഡ് ഇതിനെ കാണാൻ നമ്മൾ നമ്മളുടെ റിസോർട്ടിലെത്തി. ലാസ്റ്റ് ആണല്ലോ. അതെ, നിങ്ങളെ റോൾ നമ്പറും ലാസ്റ്റ് തന്നെ. അതെ, ഞങ്ങളെ ഇതാണ് ഞങ്ങളുടെ റൂം. ദർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ മിറർ. നല്ല റൂമാണ്, നല്ല അടിപൊളി റൂമാണ്. ഇവിടെ നല്ല വ്യൂ നോക്കാം. ഓ മൈ ഗാഡ്, ഇവിടെ വ്യൂ ഇല്ല. കാരണം ഇവിടെ ഈ ഗ്ലാസ് ഒട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ബട്ട് ദ റൂം ഇസ് വെരി സ്പേഷ്യസ്. ഫൗസ്മിയാണ് എൻ്റെ റൂംമേറ്റ്. വാഷ്റൂം കാണിക്കാം. ആ കൂൾ, അടിപൊളി വാഷ്റൂമൊക്കെയാണ്. ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തു. ഞാനും ഫൗസ്മിയാണ് റൂംമേറ്റ്സ്. നല്ല നല്ല റിസോർട്ട് അല്ലേ ഫൗസ്മി? ഇപ്പോൾ ഏകദേശം 6-10 ഇങ്ങോട്ടുള്ള യാത്ര നല്ല കട്ട റോഡായിരുന്നു. കുറേ ദൂരം നല്ല റോഡായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് തൃപ്രയാറിലാണ് ബ്ലൂ സെറീൻ റിസോർട്ട്. ഒരുപാട് റൂംസുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂംസാണ്. ബാത്റൂമൊക്കെ അടിപൊളിയാണ്. നമുക്കിത് എനിക്ക് തോന്നുന്നു അത്ര കോസ്റ്റ്ലി അല്ല അല്ലേ, നമുക്ക് അല്ലേ മാനേജബിൾ ആയിട്ടുള്ളൊരു റേറ്റിലേക്കാണ് കിട്ടുന്നത്. നമ്മൾ ഇത്രയും ഗ്രൂപ്പുകൾ 22 റൂംസൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കും. സോ ദിസ് ഈസ് അവർ റൂം. യാ, ലെറ്റ്സ് ഗോ. എണ്ണ എടുത്തത് അല്ല, എണ്ണെടുക്ക്. ഓൾറെഡി വീഡിയോ ആണ്. എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മാപ്പ് നോക്കേണ്ടി വരും. താങ്ക് യു സോ മച്ച് സാർ. നമ്മൾ എങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി തുടങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഗേൾസ് ഒക്കെ ഒരുവിധം എല്ലാവരും ഹോസ്റ്റലിൽ പോകുന്നവരാണ്. കുറച്ച് പേര് മാത്രമാണ് ലഞ്ച് ബ്രേക്കിന് ഉണ്ടാവുന്നവർ അല്ലേ? ആ ഗേൾസ് മാത്രമാണ് പിന്നെയും ബോയ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ച് പേര് ചെയ്തിരുന്നത്. പക്ഷെ എല്ലാത്തവരും കമ്മ്യൂണിക്കേഷൻ ഐ തിങ്ക് ട്രിപ്പ് കഴിയുന്നത് വരെ ഭയങ്കര മിംഗ്ലിംഗ് ഒന്നും ഇല്ലായിരുന്നു ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മൾ കുറച്ച് ഗേൾസ് മാത്രം ചില ബോയ്സ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു, അതും ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക് ടൈം. ആണോ? പിന്നെ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഫ്രണ്ട്സായി, കുറെ ഗ്യാങ്സ് ആയി, എല്ലാവർക്കും നല്ല അടുപ്പമായിട്ട് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ അത് ആലോചിക്കുമ്പോൾ അത് സിംഗിങ് ഫസ്റ്റ് ടൈം ഞാൻ പിന്നെ നോക്കും ഫയർസ് ഇല്ല, ഏനോ
ഫയസായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. യു ഓൾ ഡു ദാറ്റ് റൈറ്റ്? ഞാൻ ഓർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫയസൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയെന്നുള്ളത്. ഐ റിമെമ്പർ നിഷാൻ, ഫിറോസ്, ഫയാസും പിന്നെ എവിനും കൂടിയായിരുന്നു എപ്പോഴും ഒരുമിച്ചിരിക്കുന്നത്. ആൻഡ് എല്ലാവരും കറക്റ്റ് ബെഞ്ച്, അവർക്ക് ഇഷ്ടപ്പെട്ട ബെഞ്ച് പിടിക്കാനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ബോയ്സിനായിട്ട് അവർക്ക് സെക്കൻഡ് ബെഞ്ചും തേർഡ് ബെഞ്ചും ആയിരുന്നു. സെക്കൻഡ് ബെഞ്ച് ആയിരുന്നു അവർക്ക് പ്രിഫറൻസ്. ഫസ്റ്റ് ബെഞ്ച് പിടിക്കാനായിട്ട് നമ്മൾ അഞ്ജലി കുറച്ച് പേരുണ്ടായിരുന്നു. അതാർക്കും നമുക്ക് ആർക്കും വേണ്ടായിരുന്നു. ഞാന് പിന്നെ ഫെബി, സിലു, കുറച്ച് പേരൊക്കെ ഇരിക്കുന്ന ഒരു ബെഞ്ച്. നമുക്ക് ഇതോ തേർഡ് ബെഞ്ച് അല്ലെങ്കിൽ ഫോർത്ത് ബെഞ്ച് അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ച് ആയിരുന്നു. സോ ഇത് ഒരു ദിവസം അന്നൊക്കെ ഫയാസ് കുറച്ചൊരു ഗുണ്ട സ്റ്റൈലായിരുന്നല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പേടിയായിരുന്നു ഫയാസിന്. പക്ഷെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന ഫയാസ് കുറെ ശബ്ദം മാത്രമേ ഉള്ളൂ, ആള് എന്താ പറയാ കാറ്റാണെന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ ഒരു ദിവസം ഐ റിമെമ്പർ ഞാനൊക്കെ നമ്മൾ ബാഗ് ആര് വെക്കുന്നു ബെഞ്ചില്, അവരുടെയാണ് ആ ദിവസം ശരിക്കും ബെഞ്ച്. പക്ഷെ ഇതൊരു ദിവസം ഞാനും നമ്മുടെ ഗേൾസ് ആരൊക്കെ വന്നിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ബെഞ്ചിൽ വന്നിട്ട് ബാഗ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫയാസ്, ഫിറോസ്, നിഷാനൊക്കെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ബെഞ്ചായിരുന്നു. ഫയാസ് ആയിരുന്നു മുൻകൈ എടുത്തിട്ട് ഞാൻ കൂടിയിരുന്നു. വന്നില്ല സെക്കൻഡ് ബാക്കിലേക്ക് ഇല്ല നമുക്കിരിക്കണം. ഫുൾ സ്ട്രെയിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഫയാസ നിങ്ങൾ ബാക്കിലേക്ക്, നിങ്ങൾ ഫസ്റ്റ് വന്നില്ലല്ലോ, നെക്സ്റ്റ് ടൈം ഇരുന്നു എന്ന് പറഞ്ഞു. ഫയാസൊക്കെ എന്ത് ചെയ്ത് പ്രശ്നമാക്കില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന സമയം നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ബാഗിൽ കൊണ്ടുവച്ചു. അവരൊന്നും ഇരുന്ന് കയറിയിരുന്നു. ഒന്നും പറഞ്ഞില്ല. ക്ലാസ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഐ തിങ്ക് ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ഇതേമാതിരി അവരുടെ ബാഗൊക്കെ ഞാൻ തിരിച്ച് മാറ്റി നമ്മുടെ ടീംസിന്റെ ബാഗ് അങ്ങോട്ടേക്ക് വെച്ചു. സൈലന്റ് ആയിരുന്നു ഹോംവർക്ക് ചെയ്യാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ. ആൻഡ് ഐ റിമെമ്പർ ഫയാസ് അടുത്തേക്ക് വന്നിട്ട് ആരാണ് നമ്മുടെ ബാഗ് വാങ്ങിച്ചത്? ആരാണ്? ഞാനാണ്. എനിക്ക് നാളെ ഞങ്ങൾ ഫയാസ് എനിക്ക് ഹോംവർക്ക് ചെയ്യണം, ഡിസ്റ്റർബ് ചെയ്യണം. ലഞ്ച് ബ്രേക്കിൽ ഇരുന്നത് മറന്നുപോയോ? ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ നമ്മളൊക്കെ കോപ്പി കുറച്ച് പേരൊക്കെ മെല്ലെ നിങ്ങളൊക്കെ ക്ലാസ്സിലേക്ക് കുറച്ച് പേര് കൂടാൻ തുടങ്ങി. ഫയസ് വന്നിട്ട് പറഞ്ഞു ഇല്ല നീ മാറ്റും. എന്നിട്ട് കുറച്ച് അഗ്രസീവായിട്ട് എൻ്റെ ഹോംവർക്കൊക്കെ എടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഫയസ് ഡിസ്റ്റർബ് ചെയ്യല്ലേ, മാറി ഇല്ല ഞാൻ മാറില്ല എന്നിട്ട് ഗുഡ്നൈസ് സ്റ്റൈലായിരുന്നു ഫയസ്. ഫുള്ള് ഫയസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മുന്നോട്ടില്ലെങ്കിലും ബാക്കിൽ ഫുൾ ബോയ്സ് നിൽക്കുന്നത്. ഗേൾസിന്റെ സൈഡിൽ കാര്യമായിട്ട് ആരും ഇല്ലെങ്കിലും കുറച്ച് പേര് ഇവിടെ ലെഫ്റ്റിലേക്ക് നിന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും പോവും, കാര്യമായിട്ട് എന്തോ ഒന്ന് നടക്കാൻ പോവാണ് ഇവിടെ എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും കൂടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഫയാസ് പാവാണെന്ന് നല്ല ബോധം എനിക്കുണ്ട്. പക്ഷെ എത്ര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും ശരിക്കും കേൾക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഫയാസിന്റെ ബുക്ക് എടുത്തിട്ട് മതി. എന്നിട്ട് എണീക്കും. കുറച്ച് ദേഷ്യത്തില് അറിയാതെ വോയിസ് ആയിട്ട് ഇംഗ്ലീഷിലും വന്നുപോയി. എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഫയാസ് കീപ് ദ ബുക്ക് റൈറ്റ് നൗ, കീപ് ഇറ്റ് ഡൗൺ. ഫയാസ് പോയിട്ട് അതിലൊരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആയിരുന്നു ഫയാസിന്റെ. എന്റെ വോയിസ് അവനും കേട്ടിട്ടില്ല, ഞാനും കേട്ടില്ല. ഞാൻ ചോദിക്കോ കൂടി പോയതില്ല. ഫയാസ് സ്റ്റക്കായി, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. അതായത് അത്രയും വലിയ ജാങ്ക് ആയിട്ട് നടക്കുന്ന ഫയാസ് എല്ലാവരും മുന്നിൽ അറിയാതെ പേടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ല. പിന്നെ അടുത്ത ദിവസം മുതൽ ഒരു ന്യൂസ് പറയാൻ തുടങ്ങി എല്ലായിടത്തും, എല്ലാ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇടയിലും ഫയാസ് ഇംപ്രഷനിങ് ഭയങ്കര അടി. എന്നിട്ട് എന്റെ ബാഗ് ചെയ്യാനായിട്ട് സീരിയസ് വരാൻ തുടങ്ങി. ആരാണ് ഫയാസിനെ അത് കഴിഞ്ഞിട്ട് ഫയാസ് പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. കുറച്ച് പേടിയായിരുന്നു എൻ്റെ അടുത്ത് അടിക്കാനായിട്ട്. പ്രശ്നത്തിനൊന്നും വന്നില്ല, പക്ഷെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഫയാസ് എങ്ങനെയായിരുന്നു എന്നറിയാം. ഫയാസിന് ഫ്രണ്ട്ഷിപ്പ് ആവണം, എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. പക്ഷെ ഫയാസിന് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ അറിയില്ല. അവർ പറയണം കേട്ടാ പറ്റും.